നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കവേ കണ്ണിന് താഴെ ഐ ബ്ലോക്കിൽ ജോൺ 3-16 എന്ന് എഴുതി വെച്ച് കളിക്കാനിറങ്ങുമ്പോൾ അമേരിക്കൻ ബേസ്ബോൾ ഫുട്ബോൾ താരം ടിം ടിംബോ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല അതിൻ്റെ ഇമ്പാക്റ്റ് ഇത്രയധികം ഉണ്ടാകുമെന്ന്. 94 മില്യൺ ആളുകൾ അന്നേ ദിവസം ഗൂഗിൾ ചെയ്ത് നോക്കി പോലും ജോൺ 3-ാം അധ്യായം 16-ാം വാക്യം ഏത് വചനമാണെന്നറിയാൻ. അവരുടെ PR വക്താവ് വിളിച്ചു പറഞ്ഞ ഈ കാര്യം ടിമ്മിയുടെ കോച്ച് പറഞ്ഞറിയുമ്പോൾ അവന് തോന്നിയത് ഇത്രയധികം ആളുകൾക്ക് ജോൺ 3:16 ഏതാണെന്ന് അറിയില്ലെന്നോ എന്നാണ്. കാരണം ക്രിസ്തീയതയുടെ നമ്മുടെ പ്രത്യാശയുടെ കാതലാണല്ലോ ആ വചനങ്ങൾ. അതിനു മുൻപ് യൂണിവേഴ്സിറ്റി ഓഫ് ഫ്ലോറിഡയ്ക്ക് വേണ്ടി കളിക്കുമ്പോൾ ടിം ടിംബോ തൻ്റെ മുഖത്ത് എഴുതി വച്ചിരുന്ന വചനം ഫിലിപ്പി 4:13 ആയിരുന്നു. പക്ഷേ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ആയപ്പോഴേക്കും ദൈവം ജോൺ 3:16 തന്നെ നയിക്കുന്ന പോലെ അവന് തോന്നിയിരുന്നു. 2009 ജനുവരി 8 ആദ്യമായി ജോൺ 3:16 അവൻ മുഖത്തെഴുതി വെച്ചത്. കൃത്യം 3 വർഷത്തിന് ശേഷം 2012 ജനുവരി 8 സ്റ്റീലേഴ്സുമായുള്ള കളി ഓവർ ടൈമിൽ ജയിച്ചതിന് ശേഷം പ്രസ് കോൺഫറൻസിൽ പോവാൻ നിന്ന ടിമ്മിയെ തടഞ്ഞു നിർത്തി പാട്രിക് അവൻ്റെ PR ഏജന്റ് പറഞ്ഞു, ടിമ്മി, നിനക്കറിയോ എന്താണുണ്ടായതെന്ന്? ഉവ്, നിങ്ങൾ സ്റ്റീലേഴ്സിനെതിരെ കളി ജയിച്ചു, ഇനി പേട്രിയറ്റ്സുമായി കളിക്കും. വേറെന്താ ടിമ്മി, നീ ജോൺ 3:16 ഐ ബ്ലോക്കിൽ എഴുതി കളിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 3 കൊല്ലം തികയുന്നു. ഇല്ല, നിനക്ക് മനസ്സിലായിട്ടില്ല ഇന്നെന്താണ് ഉണ്ടായതെന്ന്. ഇന്ന് നീ എറിഞ്ഞത് 316 യാർഡ്സാണ്. നിന്റെ യാർഡ്സ് പെർ റഷ് 3:16, യാർഡ്സ് പെർ കംപ്ലീഷൻ 31:6, ടൈം ഓഫ് പൊസഷൻ 31:6. ഇന്ന് രാത്രിയിലെ റേറ്റിംഗ്സ് 31:6. പിന്നെ ഇന്ന് രാത്രിയിലും 90 മില്യൺ ജനങ്ങൾ ഗൂഗിൾ ചെയ്തു ജോൺ 3:16 എന്ന വചനം. ദൈവമേ, നീ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നാണ് അപ്പോൾ ടിമ്മിയുടെ മനസ്സിൽ വന്നത്. അവൻ ലോകത്തോട് പിന്നീട് വിളിച്ചു പറഞ്ഞ സാക്ഷ്യത്തിൽ കൂട്ടിച്ചേർത്തു, എന്ത് വിസ്മയകരമായ അറിവാണല്ലേ നമ്മൾ സേവിക്കുന്ന ദൈവം എത്ര വലുതാണെന്നത്. നമുക്കറിയുക പോലുമില്ല അവൻ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നെല്ലാം. നമ്മളൊരു സ്റ്റെപ്പ് വെക്കാൻ തയ്യാറായാൽ, ഇത്തിരി ധൈര്യം കാണിച്ചാൽ അവൻ നമ്മുടെ ജീവിതങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കും. യെസ്, ഹി ഈസ് എ ബിഗ് ഗോഡ്. ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ട് സ്വപുത്രനെ തന്നെ നമുക്ക് വേണ്ടി മരിക്കാനായി അയച്ചു. നിങ്ങളെ ഇത്ര സ്നേഹിക്കുന്നെങ്കിൽ അവൻ നിങ്ങൾക്കായി യുദ്ധം ചെയ്യില്ലേ? നിങ്ങളിലൂടെ യുദ്ധം ചെയ്യില്ലേ? ജീവിതം വളരെ എളുപ്പമായിരിക്കും എന്നതിന് അർത്ഥമില്ല, പക്ഷേ വളരെ മൂല്യമുള്ളതായിരിക്കും. ടിം ടിംബോയും കുടുംബവും പ്രോ ലൈഫ് പ്രവർത്തനങ്ങളുടെ മുൻനിരയിലുണ്ടെന്ന് നമുക്കറിയാം. ഡോക്ടർമാർ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാൻ പറഞ്ഞെങ്കിലും അവൻ്റെ അമ്മ അതിനെ കൂട്ടാക്കിയില്ല. ആ കുഞ്ഞാണ് ടിം ടിംബോ. ദൈവം ദാനം നൽകിയ ജീവിതത്തിലൂടെ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവൻ്റെ ഭാര്യ ഡെമീലി ഡിബോ 2017 മിസ് യൂണിവേഴ്സ് ആയിരുന്നു. അവൻ്റെ ആഗ്രഹം പോലെ ദൈവവിശ്വാസിയായ പങ്കാളിയെ തന്നെയാണ് അവന് ലഭിച്ചത്. ഇരുവരും കൂടി ജീവകാരുണ്യ പ്രവൃത്തികളും പറ്റുന്ന പോലെയൊക്കെ ചെയ്യുന്നു. നമ്മുടെ ചെറിയ യെസ്സിലൂടെ, ചെറിയ പ്രവൃത്തികളിലൂടെ എത്രയോ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവനാണ് ദൈവം. അവൻ പറയുമ്പോൾ കടലിനു മീതെ വടി വെറുതെ നീട്ടുക, കൽഭരണിയിൽ വെള്ളം നിറയ്ക്കുക, കയ്യിലുള്ള അപ്പവും മീനും കൊടുക്കുക, ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ളൂ. ബാക്കി ചെയ്യേണ്ടത് അവൻ ചെയ്തോളും, പിന്നല്ല.